അതിരപ്പിള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ ആന ജനവാസ മേഖലയിൽ തുടരുന്നു. വെറ്റിലപ്പാറ ക്ഷേത്രത്തിന് സമീപമാണിപ്പോൾ ആന നിലയുറപ്പിച്ചിരിക്കുന്നത്. ചികിത്സ ഉറപ്പാക്കാനുള്ള ദൌത്യം നാളെ ആരംഭിക്കും. ദൌത്യത്തിനായി 2 കുങ്കിയാനകൾ എത്തി. അതിരപ്പള്ളിയിൽ മസ്തകത്തിന് മുറിവേറ്റ ആനയെ ചികിത്സിക്കുന്നതിന് വേണ്ടി അതിനെ തളച്ച് അതിനെ പിന്നീട് കോടനാട് അഭയാരണ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി ചികിത്സിക്കുക, അതാണ് ഈ ദൌത്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടിയുള്ള നടപടികളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് നാളെയോടുകൂടി ആ ദൌത്യത്തിലേക്ക് പൂർണ്ണമായും അതിലേക്ക് കടക്കുക എന്നതാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷെ അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ആനയുള്ളത്, ഈ മസ്തകത്തിൽ മുറിവേറ്റ ആനയുള്ളത് വെറ്റിലപ്പാറ 13ാം ബ്ലോക്കിലാണുള്ളത്. ജനവാസ കേന്ദ്രമാണ്. ജനവാസ കേന്ദ്രത്തോട് അടുത്തുള്ള പ്രദേശങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് പ്ലാന്റേഷൻ കോർപ്പറേഷനിലെ തൊഴിലാളികളടക്കം അവരുടെ ലയങ്ങളടക്കമുള്ള ഒരു സ്ഥലമാണ്. എന്തായാലും അവിടെ മറ്റു പ്രകോപനങ്ങളൊന്നുമില്ലാതെ തന്നെ, പ്രകോപനം സൃഷ്ടിക്കാതെ തന്നെ ആന അവിടെ തുടരുന്നു എന്നതാണ്. അതിന്റെ മുറിവിലേക്ക് ചെളിവാരി പതിവ് പോലെ തന്നെ അത് അങ്ങനെ മസ്തകത്തിലേക്ക് ചെളിവാരി എറിഞ്ഞുകൊണ്ടുള്ള അതേ നിൽപ്പ് തുടരുന്നു. അതിനെ വനംവകുപ്പും വെറ്റിനറി വിഭാഗം ഡോക്ടർമാരും നിരീക്ഷിക്കുന്നുണ്ട്. എന്തായാലും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇതിനെ തളയ്ക്കുന്നതിന് കുങ്കിയാനകളെ ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ ഈ അതിരപ്പള്ളി മേഖലയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന വിക്രം എന്ന് പറയുന്ന ആ കുങ്കിയാന ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് 2 കുങ്കിയാനകൾ കൂടി ചേരുന്നുണ്ട്. ഇത് ഇനിയിപ്പോൾ നാളെയാണ് ഇവർക്കുള്ള ഒരു നിർദ്ദേശവും കാര്യങ്ങളും എല്ലാം തന്നെ ലഭിച്ചിരിക്കുന്നത്. ഇത് എന്താ ചെയ്യണം എന്നുള്ളത് ചീഫ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇതിന് നിർദ്ദേശങ്ങളെല്ലാം തന്നെ നൽകുന്നത്. അതനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. വലിയൊരു വിഭാഗം വനം വകുപ്പ് ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ ഇതിനുവേണ്ടി ദൌത്യത്തിന് വേണ്ടി തയ്യാറായിരിക്കുന്നു എന്നതാണ്. എന്തായാലും കഴിഞ്ഞ കുറെ നാളുകളായി ഈ മേഖലയിലുണ്ടായിരുന്ന വലിയ ആശങ്കയായിരുന്നു ഈ മുറിവേറ്റ ഈ കൊമ്പൻ, മസ്തകത്തിൽ മുറിവേറ്റ കൊമ്പൻ, അതിന്റെ ചികിത്സ അടക്കമുള്ള കാര്യങ്ങൾ, അത് ഏത് രീതിയിൽ എന്നത് സംബന്ധിയായ കാര്യങ്ങളിലൊരു ആശങ്കയുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ ചികിത്സ നൽകിയെങ്കിലും അത് പൂർണ്ണമായും ഫലവത്തായില്ല. അതിന്റെ മുറിവിന്റെ ആഴം കൂടുന്നു, അതെല്ലാം തന്നെ സങ്കീർണമാവുകയായിരുന്നു. ഇതിനുശേഷം ഇപ്പോഴേക്കും വീണ്ടും ചികിത്സ നൽകാനായിട്ട് തീരുമാനിച്ചു. അതിനെ പിടികൂടി അഭയാരണ്യ കേന്ദ്രത്തിലെത്തിച്ച് തുടർ ചികിത്സകൾ നൽകുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതിന് കുങ്കിയാനകളുടെ കൂടി സഹായം കൂടിയേ തീരൂ. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് വിക്രം എന്ന പേരുള്ള കുങ്കിയാനയാണ്. ഇനി കൗണ്ണി, സുരേന്ദ്രൻ, അതോടൊപ്പം തന്നെ കുഞ്ചു എന്നിവർ കൂടി ഈ ദൌത്യത്തിന്റെ ഭാഗമാകും. ഇതിന് പൂർണ്ണമായും ഒരു സജ്ജീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നു. ഇവിടെ അയ്യമ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ വെറ്റിലപ്പാറയിലെ അങ്കണവാടിയാണ് ഈ പരിസരം. ഇവിടെ ഒരു വൈദ്യുത വേലിയെല്ലാം ഈ അങ്കണവാടിക്കുണ്ട്. പക്ഷേ ഈ കുങ്കിയാനകളെ കൂടി കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ അതിന്റെ ഒരു സുരക്ഷാ വേലി ഇരട്ടിപ്പിച്ചിട്ടുണ്ട്. കാരണം മറ്റ് വന്യമൃഗങ്ങളുടെ ഒരു ആക്രമണം ഉണ്ടാകാതിരിക്കാനുള്ള ഒരു സാഹചര്യം എല്ലാം തന്നെ കണക്കിലെടുത്തിരിക്കുന്നു. അങ്ങനെ പൂർണ്ണമായ ഒരു സജ്ജീകരണത്തിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു എന്നതാണ്. നാളെയോടുകൂടിയായിരിക്കും ഈ ദൌത്യം അത് ഏത് രീതിയിലാണ്, എങ്ങനെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു പൂർണ്ണതയിലേക്ക് അടക്കം വരികയുള്ളൂ. എന്തായാലും ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നു. ആനയെ പിടികൂടി ചികിത്സിക്കുക എന്നത് തന്നെയാണ്. നിലവിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ, പ്രകോപനങ്ങൾ സൃഷ്ടിക്കാതെയാണ് ആന ജനവാസ കേന്ദ്രമാണെങ്കിൽ കൂടിയും അവിടെ തുടരുന്നത്. അത് വലിയൊരു ആശ്വാസം തന്നെയാണ്. ഡാനി പോളാണ് വിശദമായ വിവരങ്ങൾ നൽകിയത് അതിരപ്പിള്ളിയിൽ നിന്ന്.